മൊഡ്യൂൾ 6 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ടോർഷണൽ വൈബ്രേഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 6 ടോർഷണൽ വൈബ്രേഷൻസ്. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 6 വരുന്നത്. ഓക്കെ, മൊഡ്യൂൾ 6 വരുന്നത് ഒന്ന് ഫസ്റ്റ് വരുന്ന ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ്, ക്രിട്ടിക്കൽ സ്പീഡ് ഒക്കെ ആണ് വരുന്നത്. അത് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എടുക്കുമ്പോൾ ആണ് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടോർഷൻ നമുക്ക് പോവാം. ഫ്രീ ടോർഷണൽ വൈബ്രേഷൻസ് ആണ് മൊഡ്യൂൾ 6 നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ടുഡേ ഐ വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ദാറ്റ് പോർഷൻ. Second. ഓക്കെ, ഈ ഇത് കാണാൻ പറ്റുന്നില്ലേ, ഈ റിട്ടൺ നോട്ട്? ഹലോ, ഓക്കെ ഓക്കെ. സോ ടോർഷണൽ വൈബ്രേഷൻ. നൗ ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഉണ്ടെന്ന് ഉണ്ടോ? ഈ ഫിഗർ നിങ്ങൾ നോക്കുക. ഈ ഫിഗറിൽ ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഉണ്ട് കണ്ടോ? ഷാഫ്റ്റ്, ഇതുപോലെ ഒരു ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിൻ്റെ എൻഡിലായിട്ട് ഒരു ഡിസ്ക് ഉണ്ട്, ലൈക്ക് ഡിസ്ക് ഉണ്ട്. ഷാഫ്റ്റിൻ്റെ മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സപ്പോർട്ടിൽ, ഫിക്സഡ് ആയിട്ടുള്ള ഒരു സർഫസിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഞാൻ ഷാഫ്റ്റിൻ്റെ ഇതിനെ എ എന്ന് എടുക്കുന്നു, എ എന്ന് വിളിക്കുന്നു. ഈ പോയിന്റിനെ ബി എന്ന് വിളിക്കുന്നു. എ പോയിന്റ്, ബി പോയിന്റ്. ഓക്കെ, നൗ പോയിന്റ് എ എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് എ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, ഫിക്സഡ്. പോയിന്റ് ബി എന്ന് പറയുന്നത് മൂവിങ് ആണ്. ഓക്കെ, മൂവിങ് ആയിട്ടുള്ള സൈഡാണ് ഷാഫ്റ്റിൻ്റെ, റൈറ്റ്. ഇപ്പം ഇവിടെ ഇത് മൂവിങ് ആണ്. ഇതിൻ്റെ എൻഡിലായിട്ട് ഒരു ഡിസ്ക് കൊടുത്തേക്കും. ഈ ഡിസ്കിനെ ട്വിസ്റ്റ് ചെയ്യിക്കും. ട്വിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ തിരിക്കുന്നു, ഉണ്ടോ? ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. ഒരു ഡയറക്ഷനിലേക്ക് ട്വിസ്റ്റ് ചെയ്തു, അതിനെ ലീവ് ചെയ്യുമ്പോൾ എന്താണ്? അത് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ നടന്ന് റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. അത്തരത്തിലുള്ള ഒരു വൈബ്രേഷനെയാണ് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ടോർഷൻ, ട്വിസ്റ്റിംഗ് ആക്ഷൻ കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷൻ. ഓക്കെ, നൗ when the particle of a shaft or a disc moves in a circle about the axis of shaft, then the vibration are known as torsional vibration. In this case, the shaft is twisted and untwisted, and a torsional shear stress are produced in the shaft. Now ഇവിടെ സ്പ്രിങ്നെസ് തരുന്നത് എന്താണ്? ഷാഫ്റ്റിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ് സ്പ്രിങ്നെസ് തരുന്നത്. സ്പ്രിങ്നെസ് ഇല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവുന്നത് എവിടെയാണ്? ഡിസ്കിലാണ്.
Torsional vibrations may result in following forcing in shafts: inertia forces of the reciprocating mechanisms, okay, impulsive loads occurring during normal machine cycle, shock loads applied to the electric machineries, torque related to gear tooth, meshing frequencies, turbine blade passing through. ഇവിടെയൊക്കെ ടോർഷണൽ വൈബ്രേഷൻസ് ഉണ്ടാവുന്ന സ്റ്റേറ്റുകളാണ്, പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്. നൗ ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നാച്ചുറൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഞാൻ ആദ്യം നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലീനിയർ വൈബ്രേഷൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്കറിയാം, നമ്മളത് പഠിച്ച കാര്യമാണ്. ലീനിയർ വൈബ്രേഷൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ്? ഒമേഗ എൻ ഈക്വൽ ടു √k/m ആണ് അല്ലേ. ഇങ്ങനെ ഒരു സ്പ്രിങ് സിസ്റ്റത്തിൻ്റെ ഇങ്ങനെയാണ് അത് മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഇതാണ്. ഇനി ഇങ്ങനെ ഒരു ഷാഫ്റ്റ്, അതിൻ്റെ എൻഡിലൊരു ഡിസ്ക് അറ്റാച്ച് ചെയ്തേക്കുന്നു, അത് ഇങ്ങനെയാണ് മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി വ്യത്യസ്തമായിരിക്കും. ആ നാച്ചുറൽ ഫ്രീക്വൻസിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, right. Now consider a rotor system as shown in figure. Here rotor system consider. The shaft is considered as a massless. Shaft എന്ന് പറയുന്നത് എന്താണ്? ഇത് അതിൻ്റെ മാസ് എടുത്തിട്ടില്ല. ഇത് പ്രൊവൈഡ്സ് സ്റ്റിഫ്നെസ്. ഞാൻ പറഞ്ഞു സ്പ്രിങ്നെസ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കൊടുക്കുന്നത് ഇവിടെ ഷാഫ്റ്റാണ്. ഷാഫ്റ്റിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തു വിടുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി ശ്രമിക്കും. അതാണ് അവിടെ സ്റ്റിഫ്നെസ് ആയിട്ട് വരുന്നത്. The disc is considered rigid and it has no flexibility. അപ്പോൾ അതിന് ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഓക്കെ, റിജിഡ് ആണ്. അപ്പോൾ അവിടെ നിന്നും ഈ ഡിസ്കിൽ നിന്നും എന്താണ്? മാസ് മാത്രമേ ഉള്ളൂ, സ്പ്രിങ്നെസ് ഇല്ല, സ്റ്റിഫ്നെസ് ഇല്ല. If we give a small initial disturbance to the disc in the torsional mode and allow it to oscillate its own, it will execute vibrations. The oscillation will be simple harmonic. Simple harmonic എന്ന് പറയുന്നത് എന്താണ്? സൈൻ വേവ്, സൈനിനനുസരിച്ചായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. സിനുസോയിഡൽ ആയിരിക്കും സിമ്പിൾ ഹാർമോണിക്. പീരിയോഡിക് ആയിട്ട് ഓർഡറിൽ അത് ആദ്യം ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകും, പിന്നെ അതിൻ്റെ മീൻ പൊസിഷനിലേക്ക് വരും, വീണ്ടും എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകും, മീൻ പൊസിഷനിലേക്ക് വരും. ഓക്കെ, നൗ ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന സാധാരണ ഇങ്ങനെ ഒരു ഷാഫ്റ്റിൻ്റെ എൻഡിലായിട്ട് ഒരു ഡിസ്ക് ഒക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വിളിക്കുന്നതിനാണ് ടോർഷണൽ പെൻഡുലം എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഫിസിക്സിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ടോർഷണൽ പെൻഡുലം എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എനിവൺ? ഓക്കെ, ടോർഷൻ സിമ്പിൾ ഹാർമോണിക് ആയിട്ടായിരിക്കും ഓസിലേറ്റ് ചെയ്യുക വിത്ത് യുണീക്ക് ഫ്രീക്വൻസി വിച്ച് ഈസ് കോൾഡ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി റോട്ടർ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി റോട്ടർ സിസ്റ്റം. പിന്നെ അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ എപ്പോഴും പറഞ്ഞ ഫ്രീ വൈബ്രേഷൻ്റെ കേസിലാണ് അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ. അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത് ആ അതിലേക്ക് കൊടുക്കുന്ന ആ വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന എനർജി എപ്പോഴും അവിടെ കൺസർവ്ഡ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്ന് അതിൽ നിന്നും ലോസ്റ്റ് ആയി പോവാതെ വൈബ്രേഷനെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന വൈബ്രേഷനാണ് അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഒരു സിസ്റ്റവും അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്താലോ അത് വൈബ്രേറ്റ് ചെയ്യുള്ളൂ. ഇനി സപ്പോസ് ഫോഴ്സ് ചെയ്ത് അത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയപ്പെടുന്നത്. എല്ലാ കേസിലും റെസൊണൻസ് വരും. ഓക്കെ, നൗ theta, the angular displacement of the disk from its equilibrium position at any instant. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകണം, ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഡെറിവേഷനിലേക്ക് പോകണം. ക്വിക്കിലി ഞാൻ പറയണേ. Q, ടോർഷണൽ സ്റ്റിഫ്നെസ് ഓഫ് ദി ഷാഫ്റ്റ്. Q എന്ന് പറയുന്നത് Kക്ക് പകരമായിട്ട് തന്നെയാണ്. K, S ഇതിനൊക്കെ പകരമായിട്ടാണ് ഇവിടെ Q വന്നേക്കുന്നത്. ടോർക്ക് റിക്വയർഡ് ടു ട്വിസ്റ്റ് ദ ഷാഫ്റ്റ് പെർ യൂണിറ്റ് റേഡിയൻ
വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്സ്. വാട്ട് ഈസ് ക്യൂ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷനാണ് ഇത്. നൗ ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജി ജെ ബൈ എൽ. ജി എന്ന് പറയുന്നത് താഴെ നോക്കുക, ജി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് ദി ഷാഫ്റ്റ് മൗണ്ടഡ്. ജെ എന്ന് പറയുന്നത് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഷാഫ്റ്റ്. ആൻഡ് എൽ എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ്. അതാ ഫിഗറിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ്. സോ ജി ജെ ബൈ എൽ ആണ് ക്യൂ. ഇനേർഷ്യ ടോർക്ക് നമ്മളെങ്ങനെ പറയും? ഇനേർഷ്യ ടോർക്ക് എന്ന് പറഞ്ഞാൽ -i തീറ്റ ഡബിൾ ഡോട്ട്. തീറ്റ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് ആംഗുലർ ആക്സിലറേഷൻ. എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് ലീനിയർ ആക്സിലറേഷൻ ആയിരുന്നുവെങ്കിൽ, ഇത് ലീനിയർ ആണെങ്കിൽ എന്ത് തീറ്റ ഡബിൾ ഡോട്ട് എന്താവും? തീറ്റ എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ തീറ്റ ഡബിൾ ഡോട്ട് ആംഗുലർ ആക്സിലറേഷൻ ആയിട്ട് വരും. റിസ്റ്റോറിംഗ് ടോർക്ക് റിസ്റ്റോർ ചെയ്യാനുള്ള ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? -Q-kx. അതായത് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നതിന് പകരമായി ഇവിടെ റിസ്റ്റോർ ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? -Q തീറ്റയാണ്. Q എന്ന് പറയുന്നത് ടോർഷണൽ സ്റ്റിഫ്നെസ് ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് ടോർഷണൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യണം. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇക്വേഷൻ ഓഫ് മോഷനായി. ഇക്വേഷൻ ഓഫ് ഇനർഷ്യ ടോർക്ക് പ്ലസ് റിസ്റ്റോറിംഗ് ടോർക്ക് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അത് എപ്പോഴും 0 ആയിരിക്കും. ഇനർഷ്യ ടോർക്ക് പ്ലസ് എന്താണ്? റിസ്റ്റോറിംഗ് ടോർക്ക് വിൽ ബി ഈക്വൽ ടു, നെഗറ്റീവ് സൈൻ ഹാസ് ബീൻ യൂസ്ഡ് ആസ് ബോത്ത് ഓഫ് ദീസ് ടോർക്സ് ആക്ട് ഓപ്പോസിറ്റ് ടു ദി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്തേക്കണേന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ വായിച്ച് നോക്കുക. ഇതിൽ നിന്ന് എന്താണ്? തീറ്റ ഡബിൾ ഡോട്ടിൻ്റെ കോഎഫിഷ്യന്റ് 1 ആക്കുക. 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? i വെച്ച് ഡിവൈഡ് ചെയ്യുക. i വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ദിസ് ഇസ് ഇക്വേഷൻ ഓഫ് SHM. ഇക്വേഷൻ ഓഫ് SHMത്തിൻ്റെ ഇതിൽ ഇക്വേഷൻ ഓഫ് SHM എന്താണ്? ഇക്വേഷൻ ഓഫ് SHM തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ω(n²) തീറ്റ ഇക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് SHM എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഈ ω(n²)ഉം Q/iയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ω(n²) Q/i ഓർ ω(n) എന്ന് പറയുന്നത് എന്താണ്? ω(n) എന്ന് പറയുന്നത് √QI എന്ന് കിട്ടും. നൗ നമുക്ക് സൈക്ലിക് ഫ്രീക്വൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ ω(n)Fn എന്ന് പറയുന്ന സൈക്ലിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω(n) ഡിവൈഡഡ് ബൈ 2π ആണ്. അതായത് എത്ര സൈക്കിൾസ് ഒരു സെക്കൻഡിൽ ഉണ്ടായി എന്നുള്ളതാണ് സൈക്ലിക് ഫ്രീക്വൻസി. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ എത്ര റേഡിയൻസ് ഡിവൈഡ് ബൈ 2π റേഡിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സൈക്ലിക് ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ടോർഷണൽ. അപ്പോൾ ടോർഷണൽ ഷാഫ്റ്റ്, ടോർഷണൽ വൈബ്രേഷൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നേക്കുന്നത്. ഇതിൽ നമ്മുടെ മറ്റേ ലീനിയർ വൈബ്രേഷൻ്റെ കേസിൽ തന്നേക്കണ എന്തായിരുന്നു? ലീനിയർ വൈബ്രേഷൻ്റെ കേസിൽ ഉണ്ടായിരുന്ന ഏതായിരുന്നു? ലീനിയർ വൈബ്രേഷൻ്റെ കേസിൽ ഇതായിരുന്നു. അപ്പോൾ ടോർഷണൽ വൈബ്രേഷൻ്റെ കേസിൽ അതിന് അനലോഗസ് ആയിട്ട് കെക്ക് പകരമായിട്ട് വരുന്ന എന്താണ്? ടോർഷണൽ സ്റ്റിഫ്നെസ് Q ഡിവൈഡഡ് ബൈ M. മാസിന് പകരമായിട്ട് റൊട്ടേഷൻ മോഷനിൽ വരുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ I. √Q/i. ഓക്കെ, ഹോപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ 11:45. അടുത്ത ഇതെന്ന് പറയുന്ന ടോർഷണലി ഈക്വലൻ്റ് ഷാഫ്റ്റ്. നമ്മൾ സാധാരണ എടുക്കുന്ന ഷാഫ്റ്റുകളൊക്കെ അതിൻ്റെ ഡയമീറ്റർ പലതും പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു ഷാഫ്റ്റ് എടുക്കാമെന്ന് വെച്ചോ, ഒരു ക്രാങ്ക് ഷാഫ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷാഫ്റ്റ്, റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്യാസ് ടർബൈൻ എഞ്ചിനിലെ ഷാഫ്റ്റ്, അതിൻ്റെയൊക്കെ ഡയമീറ്റർ ഇങ്ങനെ സ്റ്റെപ്ഡ് ആയിട്ടും ചില സ്ഥലങ്ങളിൽ ഡയമീറ്റർ കൂടുതൽ ഇതുപോലെ, പിന്നെ ചില സ്ഥലത്തൊക്കെ ഡയമീറ്റർ കുറവ്, വീണ്ടും കുറയും.
അതിൻ്റെ നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന അറ്റാച്ച്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡയമീറ്റർ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ ഷാഫ്റ്റുകളും ഒറ്റ ക്രോസ് സെക്ഷനിലായി വരണം എന്ന് ഒരു നിർബന്ധമില്ല, പല ഇതാണ്. പക്ഷേ അതിൻ്റെ ടോർഷൻ അതനുസരിച്ച് മാറും. ഈ ഒരു സെക്ഷനിലുള്ള ടോർഷൻ, 1 എന്ന് പറയുന്ന സെക്ഷനിലുള്ള ടോർഷൻ അല്ലായിരിക്കും 2 എന്ന് പറയുന്ന സെക്ഷനിൽ, 3 എന്ന് പറയുന്ന സെക്ഷനിൽ, 4 എന്ന് പറയുന്ന സെക്ഷനിൽ, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ കേസിൽ ഇപ്പോൾ 2 സ്പ്രിങ് കണ്ടോ, ഇങ്ങനെ 2 സ്പ്രിങ് വന്നേക്കാണ്. ഇതിൻ്റെ സ്റ്റിഫ്നെസ് K1, ഇവിടെ K2. നമുക്ക് ഈക്വലൻ്റ് സ്പ്രിങ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണമല്ലോ. അതെങ്ങനെ കണ്ടുപിടിച്ചേ? K1 + K2. അങ്ങനെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കാരണം എന്താണ്, കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് ഒറ്റ ടോർഷൻ കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിനെ ടോർഷണലി ഈക്വലൻ്റ് ഷാഫ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഇതിന് ഒറ്റ ഡയമീറ്റർ ആയിട്ടുള്ള ഒരു ഷാഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയായി മാറും എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ D1 എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ ഉണ്ട്, D2 ഉണ്ട്, D3 ഉണ്ട്, D4 ഉണ്ട്. ഞാൻ സപ്പോസ് എല്ലാത്തിനും D1 എന്ന് പറയുന്ന ഡയമീറ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. സെക്ഷൻ 2ലും D1 ഡയമീറ്റർ, സെക്ഷൻ 3ലും D1 ഡയമീറ്റർ, സെക്ഷൻ 4ലും D1 ഡയമീറ്റർ. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ എന്താണ്, ഇതിൻ്റെ എൽ വാല്യൂവും അതിനനുസൃതമായി ചേഞ്ച് ചെയ്യണം അല്ലേ, ലെങ്ത്തുകളും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന ലെങ്ത്ത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. Let theta be the total twist in the shaft under the applied torque T. ഈ ഒരു ഷാഫ്റ്റിന് നമ്മളൊരു ടോർക്ക് കൊടുക്കുകയാണ്. T എന്ന് പറയുന്ന ടോർക്ക് കൊടുക്കുമ്പോൾ ഓരോ ഇന്നിലും ഇവിടെ θ1 ട്വിസ്റ്റ് ഉണ്ടായി, ഇവിടെ θ2 ട്വിസ്റ്റ് ഉണ്ടായി, ഇവിടെ θ3 ട്വിസ്റ്റ് ഉണ്ടായി, ഇവിടെ θ4 ട്വിസ്റ്റ്, ആംഗുലർ ട്വിസ്റ്റ്. അത്രയും ആംഗിളിൽ ഓരോ സെക്ഷനും ട്വിസ്റ്റ് ചെയ്തു. ഓക്കെ, be the twist in the sections L1, L2, L3 and L4 respectively. Now total twist എന്ന് പറയുന്നത് തീറ്റ ഞാൻ എടുക്കുകയാണെങ്കിൽ അതെന്താണ്, θ1 + θ2 + θ3 + θ4. ഇനി ഇതിനെ ഞാൻ എങ്ങനെ എഴുതും? ട്വിസ്റ്റുകളെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതാണോ, ഇവിടെ ഒരു ഇക്വേഷൻ കിടക്കുന്നുണ്ട് സൈഡിൽ, ഇത് ശ്രദ്ധിച്ചു നോക്കാം. ടോർഷണൽ ഷാഫ്റ്റിൻ്റെ ഇക്വേഷനാണ്, ടോർഷൻ്റെ ഇക്വേഷനാണ്. നിങ്ങൾ SOM പഠിച്ചിട്ടുണ്ടാവും ഈ ഇക്വേഷൻ, ഓർമ്മയുണ്ടോന്ന്? SOM സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ല, SOM നിങ്ങൾക്ക് പഠിക്കുന്ന മറ്റേ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലേ, MOS മെക്കാനിക്സ് ഓഫ് MOS എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. അതിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ടോർക്ക്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നെ ആ മെറ്റീരിയലിൻ്റെ റിജിഡിറ്റി കോൺസ്റ്റൻറ്റ് അല്ലേ, മോഡുലസ് ഓഫ് റിജിഡിറ്റി, പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ്. സോ ഇതിൽ നിന്നും തീറ്റ എന്തായിട്ട് മാറും? തീറ്റ വിൽ ബി ഈക്വൽ ടു GJ/L ഇൻറ്റു T എന്ന് കിട്ടും. സോറി, തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കലായിരിക്കും. തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കലായിരിക്കും. തീറ്റ വിൽ ബി ഈക്വൽ ടു T ഇൻറ്റു L ഡിവൈഡഡ് ബൈ G ഇൻറ്റു J. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ, θ1ന് കറസ്പോണ്ടിങ് ആയിട്ട് θ1ൻ്റെ ലെങ്ത് L1, അതിൻ്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റി പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ J1, രണ്ടാമത്തേൻ്റെ ഇങ്ങനെ റൈറ്റ്. അപ്പോൾ 3 ആഡ് ചെയ്തു. നൗ ലെറ്റ് സ്മോൾ d ആൻഡ് സ്മോൾ l be the diameter and the length respectively of the torsionally equivalent shaft. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്? ഞാൻ ഈ ഷാഫ്റ്റിന് പകരം വേറൊരു ഷാഫ്റ്റ് കൺസിഡർ ചെയ്യണം. ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഷാഫ്റ്റ് കൺസിഡർ ചെയ്യണം. ആ ഈക്വലൻ്റ് ആയിട്ടുള്ള ഷാഫ്റ്റിൻ്റെ ഡയാമീറ്റർ എന്താണ്? ഡയാമീറ്റർ വിൽ ബി D ആൻഡ് ലെങ്ത് വിൽ ബി, ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? L ആണ്. ഡയമീറ്റർ Dയും ലെങ്ത് Lഉം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഐ ക്യാൻ റൈറ്റ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ, തീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് എഴുതും? TL by GJ. നൗ അതിൽ നിന്ന് T ഒക്കെ ക്യാൻസലായി പോകും, ജിയും ക്യാൻസലായി പോകും. G ക്യാൻസൽ ആവാനുള്ള കാരണം എന്താണ്? G എന്ന് പറയുന്നത് ആ ഷാഫ്റ്റിന് സെയിം മെറ്റീരിയൽ ആണ്. G എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. കോപ്പറിന് ഒരു G ആയിരിക്കും, പിന്നെ അലൂമിനിയത്തിന് വേറെ G ആയിരിക്കും,
എം എസിന് വേറെ ജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം ക്യാൻസൽ ആയി പോകും. പിന്നെ എന്താണ് L/J ആയിട്ട് മാറും. L/J ആയിട്ട് മാറും. L/J is equal to L1/J1 plus L2/. ഇനി വാട്ട് ഈസ് J? J എന്താണ്? പോളാർ മൊമെന്റ് അല്ല, പോളാർ മോഡുലസ്. J എന്താണ്? പോളാർ മൂവ്മെന്റ് ഓഫ് ഇനർഷ്യ. സോറി, പോളാർ മൂവ്മെന്റ് ഓഫ് ഇനർഷ്യ. പോളാർ മൂവ്മെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പോളാർ മൂവ്മെന്റ് ഓഫ് ഇനർഷ്യ π/32d raised to 4. പോളാർ മൂവ്മെന്റ് ഓഫ് ഇനർഷ്യ, പോളാർ മൂവ്മെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ എഴുതാം? അപ്പോൾ ജെകളുടെ സ്ഥാനത്ത് അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായി? പൈ ക്യാൻസലായി, π/32 ക്യാൻസലായി. ഫൈനലി ഇത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ L1/d1². പിന്നെ ഇവിടെ ഒരു d⁴ കിടക്കുന്നില്ലേ, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് RHS സൈഡിലേക്ക്. അപ്പോൾ എന്താണ്? ഇങ്ങനെ ഒരു ഫോമിലേക്ക് വരും. L1 ഇൻറ്റു ബ്രാക്കറ്റിൽ d/d1 4 ആ രീതിയിൽ എഴുതാം. എന്നിട്ട് the diameter d is usually chosen as one of the existing diameters of the step shaft. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ d can be, d എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഒന്നല്ലെങ്കിൽ d1 എടുക്കും, ഓർ d2 എടുക്കും, ഓർ d3 ഓർ d4. ഈ കേസിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് നമ്മൾ ചൂസ് ചെയ്യും. ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് d. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ ഡി കൊണ്ട് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ L ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ദി ലെങ്ത് ഓഫ് ദി ടോർഷണലി ഈക്വലന്റ് ഷാഫ്റ്റ്. സോ ഈ ഷാഫ്റ്റിനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം? ടോർഷണലി ഈക്വലന്റ് ആയിട്ടുള്ള ഷാഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിനാൽ അതിൻ്റെ ടോർഷൻ സെയിം ആയിരിക്കും. എല്ലാത്തിനുമുള്ള ടോർഷൻ Q വിൽ ബി Q സെയിം ആയിരിക്കും. ഷാഫ്റ്റിന് Q സെയിം ആക്കാനുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. പ്ലീസ്